ഹേ ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഹംപി പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അടുത്തായിട്ട് നിങ്ങൾ ഇതിന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹംപി പോകാൻ എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു എപ്പിസോഡായിരിക്കും നിങ്ങൾക്കിത്. കാരണം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങൾ ഈ അടുത്തായി ഹംപി പോയപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് എങ്ങനെയൊക്കെയാണ് പോയത് എന്നുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ 2 ദിവസമൊക്കെ എല്ലാവർക്കും കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ 2-3 ദിവസമാണ് സാധാരണ കിട്ടാറുള്ളത്. അപ്പോൾ ഈ ഒരു 3 ദിവസത്തിൽ ഹംപി മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൊത്തമായിട്ട് കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ 3 ദിവസമല്ല, 3 ദിവസത്തിന് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ, നമുക്ക് നന്നായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് 3 ദിവസത്തിൽ ഹംപി മൊത്തമായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഫുള്ളായി എക്സ്പ്ലോർ ചെയ്ത് എന്നുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്കും പ്ലാൻ ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് തന്നെ ഹംപി പോയിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഹംപി? എന്താണ് ഹംപിയെ ഇത്ര സ്പെഷ്യലാക്കുന്നത്? എന്തുകൊണ്ടാണ് ഹംപിയെ യുനെസ്കോ പൈതൃക പട്ടികയിൽ വരെ ചേർത്തിരിക്കുന്നത്? ഹംപി എന്ന് പറയുന്നത് ഒരു പുരാവസ്തുവോ ഒരു ചെറിയ സ്ഥലമോ അല്ല, മറിച്ച് അതൊരു വലിയ സിറ്റി തന്നെയാണ്. തകർന്ന് തരിപ്പണമായ പുരാതനമായ ഒരു വലിയ സിറ്റി. അപ്പോൾ ആദ്യം തന്നെ ഹംപിയിലെ ഞങ്ങളുടെ സ്റ്റേനെ കുറിച്ച് പറയാം. ഞങ്ങൾ ഹംപിയിൽ സ്റ്റേ ചെയ്ത് ജംഗിൾ ട്രീ റിസോർട്ട് എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ടിനുള്ളിലാണ്. സനാപൂർ ഗ്രാമത്തിനടുത്തുള്ള രംഗാപൂർ വില്ലേജിലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. സാമാന്യം തരക്കേടില്ലാത്ത റൂംസ് ആൻഡ് ഫെസിലിറ്റീസ് തന്നെയാണ് ഇവർ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. എങ്കിലും ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡിന് ഒടുക്കത്തെ വില തന്നെയാണ് ഇവർ ഈടാക്കുന്നത്. ഇവിടെ നിന്ന് അടുത്താണ് ഇവിടുത്തെ മെയിൻ ഹനുമാൻ ടെമ്പിൾ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ റൂം എടുത്തത്. ഇവിടെ അടുത്തായി വേറെ പല സ്റ്റേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ എല്ലാം വളരെ ചീപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് റൂംസ് കിട്ടും കേട്ടോ. എന്തായാലും ഇവിടുത്തെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്കിക്കോളൂ. അപ്പോൾ ഹംപിയിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം, ദ ഡേ 1, ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന വിരുപക്ഷ ടെമ്പിളിലോട്ടാണ്. വിരുപക്ഷ ടെമ്പിളിന് നേരെ റൈറ്റ് സൈഡായി ചെറിയൊരു സ്ട്രീറ്റ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഞങ്ങൾക്ക് നന്നായി ഒന്ന് ഭക്ഷണം കഴിക്കണമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന ഈ സ്ട്രീറ്റിലൂടെയാണ്. ഇവിടെ നിന്ന് നേരെ പോയാൽ മാംഗോ ട്രീ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹോട്ടലിലെ ഭക്ഷണം നല്ല കിടു ആണെന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് ഞങ്ങളും വിചാരിച്ചു. സൗത്ത് ഇന്ത്യൻ താലി മുതൽ നോർത്ത് ഇന്ത്യൻ നല്ല കിടു ഭക്ഷണങ്ങൾ വരെ കിട്ടുന്നൊരു സ്ഥലം. എന്തായാലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെറുതെ തന്നെയാണ് ഈ ഒരു ഹോട്ടലിലെ ഫുഡ്. അങ്ങനെ ഞങ്ങളും കഴിച്ചു ഓരോ സൗത്ത് ഇന്ത്യൻ താലി. താലിക്കൊപ്പം ഓരോ മാംഗോ ലസ്സി കൂടെ ആയതോടെ അന്നത്തെ ഊണ് കുശാലായി. ഞാൻ എന്തായാലും ഈ ഹോട്ടലിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി നോക്കാം. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന വിരുപക്ഷ ടെമ്പിളിലോട്ടാണ്. ടെമ്പിളിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട്. പല പല അമ്പലങ്ങളും അതിനുള്ളിലോട്ടുണ്ട്. അതുപോലെ തന്നെ പല പല കൊത്തുപണികളും കണ്ടാൽ നമ്മൾ അങ്ങനെ നിന്നുപോകും. ഏകദേശം 3-4 മണിക്കൂർ കൂളായിട്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റിയ അത്രയും സംഭവങ്ങൾ അതിനുള്ളിലുണ്ട്. മന്മഥ തീർത്ഥ, മൂലവിരുപക്ഷ ടെമ്പിൾ, മെയിൻ ടവർ എന്ന് പറഞ്ഞ പോലെ പല പല ടവറുകളും പല പല മോണുമെന്റ്സും നമുക്ക് ഇതിനുള്ളിൽ തന്നെ കാണാൻ സാധിക്കും. അതെല്ലാം കണ്ട് പതുക്കെ റിലാക്സ് ചെയ്ത് നടന്നു പോകുമ്പോഴേക്കും അത്യാവശ്യം വൈകിട്ടായിട്ടുണ്ടാവും. ഇവിടെ നിന്നും കുറച്ച് താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഈ കാണുന്ന കടലേക്കല്ലു ഗണപതി ക്ഷേത്രത്തിലോട്ടെത്താം. ഈ കാണുന്ന ഗണപതി ഒറ്റക്കല്ലിൽ തീർത്തതാണ്. ഇതിന് ഏകദേശം 12 അടിയോളമാണ് ഹൈറ്റ് ഉള്ളത്. ഈ കാണുന്ന കോമ്പൗണ്ടിൽ നിന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ബഡാവിലിംഗ എന്ന് പറയുന്ന വലിയൊരു ശിവലിംഗം കാണാൻ സാധിക്കും. ഈ ഒരു ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഒരു ചെറിയൊരു ബിൽഡിങ്ങിനുള്ളിലാണ്. ഇതിനുള്ളിലായി എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാം. അതിന് തൊട്ടടുത്തായി തന്നെ നമുക്കൊരു നരസിംഹത്തിൻ്റെ വലിയൊരു പ്രതിമ കൂടെ കാണാൻ സാധിക്കും. ഉഗ്ര നരസിംഹ എന്നാണ് ഈ ഒരു പ്രതിമയെ അവർ പറയുന്നത്. 22 അടിയാണ് ഈ ഒരു പ്രതിമയുടെ ഉയരം. ഇവിടെ നിന്ന് ഏകദേശം 5 മണിയോടുകൂടി നിങ്ങൾ വീണ്ടും മുകളിലോട്ട് ഹേമകൂട ഹനുമാൻ ടെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിനടുത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി സൺസെറ്റ് തന്നെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളും ഷൂട്ട് ചെയ്തു നല്ലൊരു അടിപൊളി സൺസെറ്റ്. ഡേ 2, ഹംപിയിലെ ഞങ്ങളുടെ 2ാമത്തെ ദിവസം. ഞങ്ങൾ നേരെ പോയത് വിജയവിട്ല ടെമ്പിളിലോട്ടായിരുന്നു. ടെമ്പിളിൽ എത്തുന്നതിന് മുമ്പായി റൈറ്റ് സൈഡ് ഇതുപോലൊരു ബോർഡ് കാണാം. നേരെ ഉള്ളിലോട്ട് കയറി ചെന്നു നോക്കുമ്പോൾ വലിയൊരു ടാങ്ക്, അതിൽ നിറച്ചും വെള്ളവും. ഒത്ത നടുക്കായി ചെറിയൊരു അമ്പലവും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അവിടെ നിന്ന് വീണ്ടും വിജയവിട്ല ടെമ്പിളിനുള്ളിലോട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്.
ഉള്ളിലോട്ട് കടക്കാൻ 35 രൂപയാണ് ഇവിടെ എൻട്രൻസ് ഫീസ്. ഉള്ളിലോട്ട് കടന്നാൽ പല മണ്ഡപങ്ങളും പല ടെമ്പിൾസും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റോൺ ചാരിയറ്റ് തന്നെയാണ്. നമ്മളുടെ 50 രൂപ നോട്ടിൽ കാണുന്ന ഒരു സംഭവമില്ലേ, അത് തന്നെ. അങ്ങനെ ഞങ്ങളും പിടിച്ചു നല്ലൊരു അടിപൊളി ഫോട്ടോ. വീണ്ടും 1-2 മണിക്കൂർ കറങ്ങിയ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടുന്ന് നേരെ പുറത്തോട്ട് പോകുമ്പോൾ കിങ്സ് ബാലൻസ് എന്ന് പറഞ്ഞൊരു മോണ്യുമെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനടുത്തായി വേറെ പല മോണ്യുമെന്റ്സും നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം കണ്ടതിന് ശേഷം നേരെ നമുക്ക് ഈ കാണുന്ന തുംഗഭദ്ര നദിക്കരയിലോട്ട് പോവാം. നല്ല അസൽ വ്യൂ അല്ലേ? വ്യൂ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ വൈബും ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെയാണ്. അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇവിടുത്തെ വൈബ് പിടിച്ച് നിന്നപ്പോഴാണ് ഈ കാണുന്ന ബോർഡ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പുഴയിലോട്ട് ഇറങ്ങരുതത്രേ, കാരണം അതിൽ ക്രോക്കഡൈൽ ഉണ്ടെന്ന്. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ പോയത് സുഗ്രീവ കേവിലോട്ടാണ് കേട്ടോ. ഈ ഒരു തുംഗഭദ്ര നദിക്കരയിൽ തന്നെയായിട്ടാണ് ഈ ഒരു കേവും വരുന്നത്. പണ്ട് സുഗ്രീവൻ ഇരുന്ന ഒരു ഗുഹയാണെന്നാണ് പറയപ്പെടുന്നത്. 2 കാൽപ്പാടുകളൂടെ നമുക്ക് ഇതിനുള്ളിലായിട്ട് കാണാം. അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് കയറി ചെന്നപ്പോൾ നരസിംഹ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ കൂടെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു പഴയ ടെമ്പിൾ തന്നെയാണ്. നല്ല പാറക്കല്ലിന് മുകളിലായിട്ടാണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മുകളിൽ നിന്ന് നല്ല കിഡ് വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹംപി ടൗണിലോട്ടാണ്. നമ്മുടെ ഇനിയുള്ള യാത്രയ്ക്ക് ഊർജം പകരാനായി എരുമപ്പാലിലുണ്ടാക്കിയ നല്ല അസൽ സംഭാരം തന്നെ ഞങ്ങൾ കുടിച്ചു. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പാതാളേശ്വര ടെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ടെമ്പിളിലോട്ടാണ്. ഇതൊരു അണ്ടർഗ്രൗണ്ട് ടെമ്പിളാണ്. ഒരു ചെറിയ ശിവലിംഗം മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനുള്ളിലായി കാണാൻ സാധിച്ചത്. അവിടെ നിന്ന് തൊട്ടു മുന്നിലായി നമുക്കൊരു വ്യൂ പോയിന്റ് കൂടെ കാണാൻ സാധിക്കും. പക്ഷെ നല്ല വെയിലായത് കാരണം ആ കണ്ട വ്യൂസിനൊന്നും വലിയ സുഖമൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ വന്നത് രാമഹസാര എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിലോട്ടാണ്. ഇവിടുത്തെ കൊത്തുപണികൾക്കാണ് ഏറ്റവും പ്രാധാന്യം. ആർക്കിടെക്ചർ അതുപോലെ പഴയ കൊത്തുപണികളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ക്ഷേത്രം തന്നെയായിരിക്കും ഇത്. ഹിന്ദു ദേവി ദേവന്മാരെ പറ്റിയും ദശാവതാരത്തെക്കുറിച്ചും പറയുന്ന പല കൊത്തുപണികളും അതിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇതിനടുത്തായി ഒരു ക്ഷേത്രം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. യെല്ലമ്മ എന്ന് പറയുന്ന ഒരു ദേവിയുടെ ക്ഷേത്രമാണ് അത്. ഇതിനടുത്തായി തന്നെ മഹാനവമി ദിബ്ബ, പുഷ്കരണി, ക്യൂൻസ് ബാത്ത്, സ്റ്റെപ്പ് ടാങ്ക് എന്നുള്ളതുപോലെ പല പല മോണുമെന്റ്സും നമുക്ക് ഒരേ കോമ്പൗണ്ടിൽ തന്നെ കണ്ടു തീർക്കാൻ സാധിക്കും. അങ്ങനെ വൈകിട്ട് 4:30 ഞങ്ങൾ മാതങ്ക ഹിൽസിലോട്ടാണ് പോയത്. ഇവിടുത്തെ സൺസെറ്റിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചു. മുകളിലോട്ട് കയറുന്നത് മൊത്തം പാറക്കല്ലിലൂടെയാണ്. കയറുന്ന വഴി ഇതുപോലെ നല്ല മനോഹരമായ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ കയറി മുകളിൽ ചെന്നപ്പോൾ ഇതുപോലൊരു അമ്പലമാണ് ഞങ്ങൾക്ക് ആദ്യം കാണാൻ സാധിച്ചത്. ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്സ് കൂടെ കയറി വേണം മുകളിലോട്ട് പോകാൻ. അങ്ങനെ മുകളിൽ കയറി ചെല്ലുമ്പോൾ കാണുന്നൊരു വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയായിരുന്നു അത്. ആളുകൾ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. ഇവിടുത്തെ സൺസെറ്റ് ഒരു 1.5 സൺസെറ്റ് തന്നെയായിരുന്നു. ഞങ്ങൾ നന്നായി ഒന്ന് ആസ്വദിച്ചു. അത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. അങ്ങനെ 2ാമത്തെ ദിവസം ഇവിടെ ശുഭം. Day 3, ഹംപിയിലെ 3ാമത്തെ ദിവസം.
അതിരാവിലെ തന്നെ ഞങ്ങൾ നേരെ പോയത് ആഞ്ജനേയാദ്രി ഹിൽ അല്ലെങ്കിൽ ആഞ്ജനേയ ഹിൽ എന്ന് പറയുന്ന ഈ ഒരു ഹനുമാൻ ക്ഷേത്രത്തിലോട്ടാണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് അടുത്തായതുകൊണ്ട് വലിയ സമയമെടുക്കേണ്ടി വന്നില്ല. രാവിലെ 5:30-6 മണിക്ക് തന്നെ ഞങ്ങൾ കയറാൻ ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മുകളിൽ എത്താൻ സാധിച്ചു. അവിടെ നിന്നുള്ള സൺറൈസ് പിടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ നല്ല തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു. കാരണം നട തുറക്കുന്ന സമയമായിരുന്നു അത്. സൺറൈസ് ആസ്വദിക്കുന്നതിനൊപ്പം തുംഗഭദ്ര നദിയുടെ ഭംഗി കൂടി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. ഒരു 2 മണിക്കൂർ ഞങ്ങൾ ഇതിനു മുകളിൽ തന്നെ ചെലവഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് തുംഗഭദ്ര നദിക്കരയിലോട്ടായിരുന്നു. ഇവിടെ പലയിടങ്ങളിലായി നമുക്ക് ഫെറി സർവീസ് കാണാൻ സാധിക്കും. അതായത് കുട്ടവഞ്ചിയിൽ ഒരാൾക്ക് പോകണമെങ്കിൽ 500 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. പെർ ഹെഡ് 500 രൂപ ഇത്തിരി കൂടുതലായി ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് കുട്ടവഞ്ചി സർവീസ് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ തുംഗഭദ്ര നദിയുടെ കാഴ്ചയും കണ്ടിങ്ങനെ ഇരുന്നു. നല്ല മനോഹരമായ കാഴ്ച തന്നെ. ഇവിടെ എവിടെ നോക്കിയാലും കാവി പുതച്ച ഭക്തരെയും നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുള്ള കാഴ്ച. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് സനാപൂർ ലേക്കിലോട്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചിടത്തിൽ നിന്നും വളരെ അടുത്ത് തന്നെയായിരുന്നു ഈ ഒരു സനാപൂർ ലേക്ക്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ കുട്ടവഞ്ചിക്ക് ഒരാൾക്ക് 150 രൂപ മാത്രമാണ് ഇവർ ഈടാക്കുന്നത്. നല്ല അടിപൊളി റൈഡ് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി. നേരം ഇപ്പോൾ ഏകദേശം 4-4:30 ആയി കാണും. വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസത്തിൽ തന്നെ ഞങ്ങൾ കുറേ നേരം ഈ ഒരു റൈഡ് ആസ്വദിച്ചു. അങ്ങനെ ബോട്ടുകാരനോട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് സനാപൂർ വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസ് കൂടെ ഇവിടെ ഉണ്ടെന്ന്. സനാപൂർ ലേക്കിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലുള്ള ഭംഗിയുള്ള കല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു അരുവി, അതിനുള്ളിലായി ഒരു വാട്ടർഫോൾസ്. അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമായതുകൊണ്ട് വളരെ തിരക്കില്ലാതെ കണ്ട ഒരേ ഒരു സ്ഥലം ഇത് മാത്രമായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ 3ാമത്തെയും അവസാനത്തെയുമായ ദിവസം അവസാനിപ്പിച്ചു. ഇനി അങ്ങോട്ടുള്ള വഴികൾ സ്വന്തം വീട്ടിലേക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു 2 പോയിന്റ് വിട്ടുപോയിട്ടോ ഇതിനിടയിൽ പറയാനായിട്ട്. അപ്പോൾ ആ ഒരു പോയിന്റ്സ് കൂടെ ഞാൻ ഇപ്പോൾ പറയാം. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റൂം എടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് എടുക്കുമ്പോൾ എല്ലാ ദിവസത്തെയും റൂംസ് അടുപ്പിച്ച് അങ്ങോട്ട് എടുക്കരുത്. കാരണം ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു 3 ദിവസത്തിനാണ് അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ദിവസത്തെ അടുപ്പിച്ച് എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ട് പോകരുത്. കാരണം അത് ഞങ്ങൾക്ക് പണി കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ടെമ്പിൾസ് ഉണ്ടല്ലോ, അതായത് വിരുപക്ഷ ടെമ്പിൾ, വിജയവിത്തല ടെമ്പിൾ, അടുത്തൊക്കെ ആയിട്ട് റൂംസ് കിട്ടുമെന്നോ. അതിന് അടുത്തായിട്ട് ഇഷ്ടംമാതിരി റൂംസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയത് കുറച്ച് പീക്ക് സീസൺ ആയതുകൊണ്ട് അവിടെ ഒന്നും കിട്ടിയില്ല. റൂംസ് ഓൾറെഡി ഫില്ലായി പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുമാത്രം നോക്കുക. അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല അടിപൊളിയായി ചീപ്പായിട്ടൊക്കെ റൂംസ് കിട്ടും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഫാസ്ടാഗിൻ്റെ കാര്യമാണ്. അതായത് നിങ്ങൾ കാറിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയാണ് കാറിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി ടോൾ ഗേറ്റ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത് ഓരോന്നായിട്ട് അത് മാത്രം മനസ്സിൽ വിചാരിക്കാം, മനസ്സിൽ ഓർത്ത് വയ്ക്കുക. കാരണം ഓരോ ടോൾ ഗേറ്റിലും നമ്മൾ അത്രയ്ക്ക് ടോൾ അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ എല്ലാ വണ്ടികളിലും ഫാസ്ടാഗ് നിർബന്ധമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഫാസ്ടാഗ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. കാരണം പെനാൽറ്റീസൊക്കെ ഇപ്പോൾ അവർ ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എടുത്ത് വയ്ക്കുക. അതെങ്ങനെ എടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിൽ പോപ്പപ്പ് ആവുന്ന പോലെ ഇടാം. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളൊന്ന് ആ വീഡിയോ കണ്ടു നോക്ക്. ഫാസ്ടാഗ് എടുത്തിട്ട് മാത്രമേ പോകാവൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.